റൈറ്റ് വിഷൻ ചാനലിലേക്ക് എവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വീഡിയോസ് ആണ് നമ്മൾ അധികവും ഇടാൻ ശ്രമിക്കുന്നത്. മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ലൈക്കുകളും നമുക്ക് വേണം. നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗതാഗത മന്ത്രിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ KB ഗണേഷ് കുമാറാണ്. ജനങ്ങൾക്കൊക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ് KB ഗണേഷ് കുമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവിലേക്കായിട്ടും കൂടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ KSRTC പൊതുഗതാഗതം അത് ഏറിയ പങ്കും സാധാ ജനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്താ പറഞ്ഞാൽ അവർക്ക് വണ്ടിയില്ല, കാര്യങ്ങളില്ല, ഒരു ബൈക്ക് പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. പിന്നെ സ്ത്രീകള്, മറ്റുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. വയോജനങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പൊതു ഗതാഗത സംവിധാനമാണ്. നമുക്ക് ഫീൽ ഗുഡ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംവിധാനം തന്നെയാണ് KSRTC. പക്ഷെ അതിൽ നമ്മൾ ഒന്ന് കാണാതെ പോയിക്കൂടാ. ഇപ്പോ എല്ലാ റൂട്ടിലേക്കും തന്നെ ലോക്കൽ ബസ്സുകളോ മറ്റോ ഇല്ല. പക്ഷെ നമ്മളെ അടുത്ത് നിന്നും അവര് ഒരുപാട് പണമാണ് ഈടാക്കുന്നത്, സെസ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പണം നമ്മളെ അടുത്തുനിന്ന് പോകുന്നത് അത് എന്തിനാണെന്ന് സർക്കാർ പറയണം. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ അടുത്തുനിന്ന് അങ്ങനെ ഒരു പണം എന്തിനു പിടിക്കുന്നു? അല്ലാതെ തന്നെ ഇത് TT, ഫാസ്റ്റ് പാസഞ്ചർ, ടൗൺ, മറ്റുള്ള ഓരോ പേരിലും ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ നമ്മളെ അടുത്തുനിന്ന് ഈടാക്കുന്നത് ഭീമമായ തുകയാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സെസ് എന്ന് പറഞ്ഞിട്ട് 4 രൂപ. ഞാൻ അതിന്റെ ഫോട്ടോ ഇതിലിടാം, നിങ്ങൾക്ക് കാണാം. ചിലപ്പോൾ നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു എമൗണ്ട് നമ്മളെ അടുത്തുനിന്ന് പിടിക്കുന്നത്. നമ്മളിപ്പോ ഏകദേശം ഞാനിപ്പോ ഇന്ന് വന്നിട്ട് തന്നെ വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടതായിരുന്നു. അപ്പൊ കുന്നമംഗലമാണ്. കുന്നമംഗലത്തേക്ക് നമ്മളെ അടുത്തുനിന്ന് പിടിച്ചത് 4 രൂപയാണ് അധിക ചാർജ്. അല്ലാതെ തന്നെ ഒരു ഫാസ്റ്റ് പാസഞ്ചറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ 8 രൂപ 10 രൂപ വെച്ചിട്ട് നമുക്ക് അധിക ചാർജ് അവർ ഈടാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ ഒരു സെസ് എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് നിന്നും ഈടാക്കുന്നത്. അപ്പൊ സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും അറിയാതെ ഒരു പൈസ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാർ ചിന്തിക്കണം. എന്താ പറഞ്ഞാൽ സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും ഇത്രയധികം പണം അവര് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ നിശിതമായി വിമർശിക്കുകയാണ്. അത് LDF സർക്കാർ ആയതുകൊണ്ടൊന്നല്ല വിമർശിക്കുന്നത്. LDF സർക്കാർ ഭരിച്ചാലും UDF സർക്കാർ ഭരിച്ചാലും ആര് ഭരിച്ചാലും ഈ കാര്യങ്ങളൊന്നും നോക്കണം. സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും ഇത്രത്തോളം പണം പിണങ്ങുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 രൂപയാണെങ്കിലും അവന് ഒരു ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 or 3 പ്രാവശ്യം ഒരു ആള് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ 8-12 രൂപയാണ് ഒരു ദിവസം തന്നെ നമ്മളെ കീശയിൽ നിന്നും പോകുന്നത്. അല്ലാതെ ഉണ്ടിട്ടോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 8-10 രൂപ അധിക ചാർജ് ആണ് ഓൾറെഡി KSRTC. യാത്രയൊക്കെ സൗകര്യവും എല്ലാം തന്നെയാണ്. പക്ഷേ എന്നിട്ടും സർക്കാരിന് അവർക്ക് ശമ്പളമോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ ഈ സെസ് എമൗണ്ട് അതൊന്നും നമ്മളെടുത്തുനിന്ന് ഇങ്ങനെ കൂടുതലായിട്ട് ഈടാക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് അതിൽ ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെതിരെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അപ്പോ അതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ മന്ത്രിയുടെ സമക്ഷം വെക്കാൻ നോക്കുന്നത്. മന്ത്രിയുടെ സമക്ഷമാണല്ലോ വെക്കേണ്ടത്. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KSRTCയെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ KB ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മളെ വിചാരം. എന്താണ് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി തന്നെയാണ് KB ഗണേഷ് കുമാർ. അപ്പൊ ഏവർക്കും ഈ വീഡിയോ കണ്ട് ഏവർക്കും നല്ലൊരു സുദിനം നേരുന്നു. ജയ് ഹിന്ദ്.